വെൽക്കം ടു ഐനൂസ് ടേസ്റ്റി കോർണർ. ഇന്നത്തെ റെസിപ്പി ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പ്ലം കേക്കാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.25 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഒരരിപ്പയിൽ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇനിയും മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് ആയാലും അളവിനെടുത്താൽ മതി. പിന്നെ ആ ഗ്ലാസിൻ്റെ അളവിലായിരിക്കണം ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ എടുക്കേണ്ടത്. പിന്നെ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത 1.25 കപ്പ് പഞ്ചസാരയിൽ നിന്ന് പകുതി നമുക്ക് ക്യാരമലൈസ് ചെയ്യാൻ എടുക്കാം. നമ്മൾ മൈദ എടുത്ത അതേ മെഷറിംഗ് കപ്പിൽ തന്നെയാണ് 1.25 കപ്പ് പഞ്ചസാരയും എടുക്കുന്നത്. ഇനിയും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ പഞ്ചസാര ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനിയും തീ കൂട്ടിയും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഫുള്ളും പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് ബ്ലാക്ക് റൈസിൻസ്, 1/4 കപ്പ് ഗോൾഡൻ റൈസിൻസ് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം 1 പിഞ്ച് കറുവപ്പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജാതിക്കാക്കുരു പൊടിച്ചത് എന്നിവ ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് പ്ലമ്മും ചെറിയും ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ചേർത്ത് ഒരു 1/4 കപ്പുണ്ട്. അതുപോലെ കാഷ്യൂനട്ടും ബദാമും കൂടി ചേർത്ത് 1/4 കപ്പുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതും തണുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ വെള്ളക്കളറുള്ള ഭാഗം കളഞ്ഞ് പുറത്തെ ആ ഓറഞ്ച് തൊലി മാത്രം ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പകുതി പഞ്ചസാരയിലേക്ക് 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജാതിക്കാക്കുരു പൊടിച്ചത് എന്നിവ ചേർത്ത് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ശേഷം അതിലോട്ട് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് വീണ്ടും ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു ബൗളിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. ശേഷം നേരത്തെ അരിച്ചെടുത്ത മൈദ 3-4 തവണകളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം.
ഇനിയും കാരമലൈസ് ചെയ്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു പഴയ കുക്കറാണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയും കുക്കറിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇതുപോലെ എല്ലാ സൈഡിലേക്കും ആകത്തക്ക വിധത്തിൽ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനിയും കുക്കർ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ഇനി ഒരു കേക്ക് ടിൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനിയും മൈദപ്പൊടി ഇട്ട് അടിയിലും സൈഡിലും ഒക്കെ ആകത്തക്ക വിധത്തിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ശേഷം അതിൻ്റെ അടിയിലോട്ടും സൈഡിലോട്ടും ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ആ ബബിളൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഒരു ഭംഗിക്കായിട്ട് കുറച്ച് ചെറി കട്ട് ചെയ്തതും ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയും നേരത്തെ പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾ കേക്ക് വെക്കുമ്പോൾ ഉപ്പിന് മുകളിൽ ഡയറക്റ്റായിട്ട് വെക്കാതെ ഒരു ചെറിയ പാത്രം വെച്ച് അതിന് മുകളിലായിട്ടാണ് കേക്ക് ടിൻ വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കേക്കൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കേക്ക് വെന്തോന്നറിയാൻ വേണ്ടി നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ സ്റ്റിക്കിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇനിയും കുക്കർ അടച്ച് ഒന്നും കൂടി ബേക്ക് ചെയ്യുക. നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ സ്റ്റിക്ക് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 55 മിനിറ്റ് ആയപ്പോഴേക്ക് കേക്ക് നല്ലതായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്തിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞു. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.